എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ദൈവത്തിന് കഴിയും എന്ന് പറയുകയാണ്. അവർ ഗോഡ് ഈസ് ഏബിൾ ടു ഡു സർട്ടൻ തിങ്സ്. ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും എന്ന് തിരുവെഴുത്ത് എടുത്തു പറയുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ് എന്ന് ഉള്ളിൽ അഹങ്കരിച്ചവരോട് സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഇങ്ങനൊരു പിതാവുണ്ട്, പിതാവിന്റെ മക്കളായെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കുകയൊന്നും വേണ്ട. കല്ലുകളിൽ നിന്ന് പോലും മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അബ്രഹാമിന്റെ ജീവിതത്തിൽ തന്നെ അങ്ങനെ സംഭവിച്ചതാണ്. റോമാലേഖനം 4-ാം അധ്യായം 19-ാമത് വചനം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയി. അദ്ദേഹത്തിന്റെ ശരീരം എന്തായി തീർന്നു? നിർജീവമായി തീർന്നു. സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം their physical ability has gone out. ശാരീരികമായി അവര് നിർജീവ അവസ്ഥയിലായിരിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ നോക്കിയാട്ടെ 11-12 വാക്യം. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അടുത്ത വാക്യം. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ ഒരു തലമുറ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ലാത്ത നിർജീവമായി പോയ അവസ്ഥയിൽ നിന്ന് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ, ആകാശത്തിലെ നക്ഷത്രം പോലെ ദൈവം സന്തതിയെ നൽകി. ഇതാണ് വിശ്വാസത്തിന്റെ ഒരു ശ്രേഷ്ഠകരമായ കാര്യമായി തിരുവെഴുത്ത് പറയുന്നത്. ഇവിടെ സ്നാപക യോഹന്നാൻ പറയുകയാണ്, നമ്മുടെ ദൈവത്തിന് കഴിയും. നിർജീവമായ അവസ്ഥയിൽ മാത്രമല്ല, ഒട്ടും ജീവനില്ലാത്ത അചേതനത്വമുള്ള കല്ലുകളിൽ നിന്ന് പോലും മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. ഒരു സാധ്യതയുമില്ലാത്തയിടത്ത് സാധ്യത സൃഷ്ടിച്ചെടുക്കാൻ ദൈവത്തിന് കഴിയും. വേദപുസ്തകത്തിലെ അത്ഭുതങ്ങളെല്ലാം അങ്ങനത്തെ അത്ഭുതങ്ങളാണ്. ഏത് അത്ഭുതം എടുത്തു നോക്കിയാലും ഒരു സാധ്യതയുമില്ലാത്തയിടത്ത് ദൈവം സാധ്യത സൃഷ്ടിച്ചെടുക്കുകയാണ്. എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. ദാനിയേൽ പ്രവചനം 3:17 നോക്കിയാട്ട്. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. അതവരുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. നമുക്ക് ആ സംഭവം നന്നായിട്ട് അറിയാം, അല്ലേ? ദൂരാസമഭൂമിയിൽ 60 മുഴം ഉയരത്തിൽ 6 മുഴം വീതിയിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച ആ ബിംബത്തെ എല്ലാവരും വീണ് നമസ്കരിക്കണമെന്ന കർശനമായ കൽപ്പന. അങ്ങനെ വീണ് നമസ്കരിക്കാത്തവരെ തീച്ചൂളയിൽ വലിച്ചെറിഞ്ഞു കളയുമെന്ന് പറഞ്ഞ് ഒരു ഭയങ്കര അഗ്നി അവിടെ കൂട്ടുകയുണ്ടായി. പക്ഷെ തിരുവെഴുത്ത്, അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല, തീജ്വാല നിന്നെ തൊടുകയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകിയില്ല. എന്ത് സംഭവിച്ചു? അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി 2 കാര്യമാണ് രാജാവ് ചെയ്തത്. അവർക്ക് വേണ്ടി മാത്രമായി ആ നാദഭേദങ്ങൾ ഒരിക്കൽ കൂടെ മുഴക്കി. ഒത്തിരി സംഗീതോപകരണങ്ങളുടെ പേരൊക്കെ അവിടെ പറയുന്നുണ്ട്. 6 വിധ സംഗീതോപകരണങ്ങൾ ഒരിക്കൽ കൂടെ മീട്ടി. അത് മീട്ടുമ്പോൾ എല്ലാവരും വീണ് നമസ്കരിക്കണമെന്നാണ്. അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ, ഈ 3 പേർക്ക് വേണ്ടി മാത്രമായി ഒരിക്കൽ കൂടെ അത് മീട്ടി. 2, ചൂളയുടെ ചൂട് 7 മടങ്ങ് കൂട്ടി. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ആ എബ്രായ ബാലന്മാരെ കെട്ടി അതിനകത്തേക്ക് ഇടാൻ കൊണ്ടുവന്ന ബലശാലികളായ സൈനികർ അതിൻ്റെ ജ്വാല തട്ടിയപ്പോൾ കരിഞ്ഞുപോയി. ചൂടത്ര ഭയങ്കരമായിരുന്നു. പക്ഷേ
ആ തീച്ചൂളയിൽ നിന്ന് അവരുടെ ദൈവം അവരെ വിടുവിച്ചുവോ? അതല്ലേ അവര് പറഞ്ഞത്? ഞങ്ങളുടെ ദൈവം തീ കൊണ്ട് ഉത്തരമല്ലുന്ന ദൈവമാണ്. വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി. ലോകം കാണാത്ത ഒരുവൻ, നാലാമതൊരുവൻ അവിടേക്ക് ഇറങ്ങി വന്നു. അവരുടെ ആ കൈയും കാലും കെട്ടി അതിനകത്ത് ഇട്ടു എന്ന വായിക്കുന്നത്. അവരുടെ കൈകാലുകൾ ബന്ധിച്ചവരുടെയും ആ തീച്ചൂളയിൽ അവര് ഇട്ടവരുടെയും ലക്ഷ്യം ഇവർ ഇവിടെ തന്നെ കിടക്കണമെന്നായിരുന്നു. പക്ഷെ നാലാമനൊരുവൻ ഇറങ്ങി വന്ന് അതിന്റെ നടുവിൽ അവരെ നടത്തുകയുണ്ടായി. തുറിച്ചു നോക്കുന്ന കണ്ണുകൾക്കിടയിൽ അവർ വെന്തരിഞ്ഞു തീർന്നില്ല. അതിന്റെ നടുവിൽ അവരെ ജയോത്സവമായി നടത്തുകയുണ്ടായി. നാലാമന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ശോഭിച്ചു എന്നാണ് തിരുവെഴുത്ത് വായിക്കുന്നത്. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. റോമാലേഖനം 14-ാം അധ്യായം 4-ാമത് തിരുവചനം. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനൻ അത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയും. വീണുപോയവരുടെ ചരിത്രമല്ല നാം വിവരിക്കുന്നത്. യൂദായുടെ ലേഖനം 24-ാമത്തെ വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലേ യഹോവ എന്നെ താങ്ങി. വീഴാതെ വണ്ണം എന്നെ സൂക്ഷിച്ചു നിർത്താൻ എന്റെ ദൈവത്തിന് കഴിയും. നമ്മളെക്കാൾ ശക്തരായവരൊക്കെ വീണുപോയിട്ടുണ്ട്, വീണവരുണ്ടായിരുന്നേക്കാം. പക്ഷേ ദൈവം എന്നെ നിലനിർത്തും. എബ്രായ ലേഖനം 2:18, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാകുന്നു. എബ്രായ ലേഖനം തന്നെ 7:25, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. God is able. നമ്മുടെ ദൈവത്തിന് കഴിയും. എന്തിനു കഴിയും? അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. തന്നോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പലരുടെയും ജീവിതത്തിൽ കഷ്ടതകളും പരിശോധനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവം സഹായിച്ചു. യോബിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടായില്ലേ? ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. അബ്രഹാമിന്റെ ജീവിതത്തിൽ പരീക്ഷ ഉണ്ടായില്ലേ? ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. ദൈവം ഭക്തന്മാരെ പരീക്ഷയിൽ വിടുവിക്കുന്നു എന്നാണ് ലേഖനത്തിൽ വായിക്കുന്നത്. നമ്മുടെ ദൈവം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളിൽ, പ്രതിസന്ധികളിൽ, കഷ്ടതകളിൽ നാം തകർന്നു പോകാതെ നമ്മെ പരിപാലിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. എഫേസ്യ ലേഖനം 3:20 നാം ധ്യാനിക്കുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അവിടുത്തെ ഒരു പദം കൊണ്ട് നിങ്ങൾ നോക്കിക്കേ. ചോദിക്കുന്നതിനേക്കാൾ, ചിന്തിക്കുന്നതിനേക്കാൾ അത്യധികമായി ചെയ്യുന്ന ദൈവം, അധികമായി നൽകുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം ചെയ്യും. 3:15 രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരാം. 2:2. എന്നാൽ മോവാബി സ്ത്രീയായ രൂത്ത് നൊവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. അവളോട് എന്ത് പറഞ്ഞു? പോയിക്കൊള്ളുക മകളെ. എന്തിനാ അവള് പോകുന്നത്? കതിര് പറക്കാൻ. ന്യായപ്രമാണ പുസ്തകത്തിലുണ്ട്, വയല് കൊയ്യുമ്പോൾ അതിര് ചേർത്ത് കൊയ്യരുത്. അത് അനാഥർക്കും പരദേശികൾക്കും വിധവമാർക്കും വേണ്ടി വിട്ടേക്കണം. അപ്പൊ അവൾ അനാഥയാണ്, വിധവയാണ്, പരദേശിയാണ്. അവള് മാവിമ്മയോട് പറയുകയാണ്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ആരെങ്കിലും കരുണ കാണിച്ചാൽ ആ കരുണയുടെ പേരിൽ ഞാൻ 5-6 കതിര് പറക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് അവൾ ജീവിതത്തിൽ ഒരു തീരുമാനം ചെയ്തു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചിറകിൻ കീഴെ അവൾ ആശ്രയിച്ചു വന്നു. അവൾ എന്താ പറഞ്ഞത്? ഞാൻ ചെന്ന് കതിര് പറക്കട്ടെ. 3:11, ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം ചെയ്യും. 3:15,
നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്ക എന്ന് അവൻ പറഞ്ഞു. അവൾ അത് പിടിച്ചപ്പോൾ അവൻ 6 ഇടങ്ങഴി യവം അതിൽ അളന്നു കൊടുത്തു. ഒരു കൈക്കകത്ത് കുറച്ച് കതിര് പറക്കിക്കൊണ്ട് പോകാനാണ് അവൾ വന്നത്. പക്ഷേ ഇപ്പൊ ഒരു പുതപ്പ് നിറയെ യവം വാരി കെട്ടിക്കൊണ്ട് പോവുക. അവള് ചോദിച്ചത്, എന്നോട് ദയ കാണിക്കുന്നവന്റെ വയലിൽ ചെന്ന് ചില കതിര് പെറുക്കട്ടെ എന്നാണ്. അവളുടെ മനസ്സിലുള്ളത് മുഴുവൻ ഒരു കൈഞ്ഞോട്ടിൽ കൊള്ളുന്ന കുറച്ച് കതിരുകൾ മാത്രമാണ്. പക്ഷെ ഇസ്രായേലിന്റെ ദൈവത്തിനെ ഏറ്റെടുത്ത് അവൾക്ക് പൂർണ്ണ പ്രതിഫലം നൽകുകയാണ്. 6 ഇടങ്ങഴി അവൻ അളന്നു കൊടുക്കുകയാണ്. തീർന്നില്ല, അവൾ ഏത് വയലിൽ കതിര പെറുക്കിയോ പിന്നത്തേതിൽ അവൾ അതിൻ്റെ ഉടമസ്ഥയായി മാറി. ഞാൻ ചോദിക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. യാക്കോബ് മിസ്രൈമിൽ ചെന്നു. മിസ്രൈമിൽ ചെല്ലുമ്പോ യോസേഫ് 2 പിള്ളേരെ പിടിച്ചുകൊണ്ട് അപ്പന്റെ അടുക്കിലേക്ക് വരികയാ. ഇതാരാകുന്നു മോനെ? ദൈവം എനിക്ക് തന്ന കുഞ്ഞുങ്ങളാണ്. യാക്കോബ് പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അവരെന്നെ കൊണ്ടുവന്ന് കാണിച്ചത് ഞാൻ നിനക്കുണ്ടാക്കി തന്ന അങ്കിയാണ്. അത് കീറിപ്പറിഞ്ഞ് ആടിൻ്റെ ചോരയിൽ മുക്കി കൊണ്ടുവന്ന്, ഇത് നിന്റെ മോൻ്റെ അങ്കിയല്ലയോ, നോക്ക്, അവനെ ദുഷ്ടമുഖം കീറിക്കളഞ്ഞാണെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് നെടുവീർപ്പിട്ടുകൊണ്ട് നിങ്ങൾ എൻ്റെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമെന്ന് പറഞ്ഞ് അവൻ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലാത്തവനായി ജീവിച്ചവനല്ലേ. അതാണ് താൻ പറയുന്നത്, നിന്റെ മുഖം പോലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഇപ്പോൾ നിന്നെയും നിന്റെ മക്കളെയും കാണാൻ ദൈവം എന്നെ സഹായിച്ചു. ആമേൻ. ഹി ഈസ് ഏബിൾ ടു ഡു എക്സീഡിംഗ്ലി. അധികമായി ചെയ്യാൻ ദൈവത്തിന് കഴിയും. യാക്കോബിന്റെ ലേഖനം 1:5 നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ അവൻ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ ദൈവം അവനെ ഭത്സിക്കില്ല. എന്ന് മാത്രമല്ല, അവൻ ചോദിച്ച ആ കാര്യം ദൈവം ഔദാര്യമായി നൽകും. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 3:9 മുതൽ 12 വരെയുള്ള തിരുവചനം. ശലോമോന് ഒരിക്കൽ ഗിബിയോനിൽ വെച്ച് ദൈവം പ്രത്യക്ഷമായി. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം പറഞ്ഞു. അവൻ പറഞ്ഞു, ദൈവമേ, ഈ ജനത്തെ നീതിയോടും നേരോടും കൂടെ ന്യായപാലനം ചെയ്യാൻ എനിക്ക് ജ്ഞാനം തരണം എന്ന് ചോദിച്ചു. വായിക്കാം. 1 രാജാക്കന്മാർ 3:9 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്കു കഴിയും? അപ്പൊ അവൻ ജ്ഞാനത്തിന് വേണ്ടിയാണ് ദൈവത്തോട് ചോദിച്ചത്. ഇനി ദൈവം എന്താ ചെയ്തതെന്ന് നോക്കാം. അടുത്ത വാക്യം. ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. അടുത്ത കാര്യം. ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. പുതിയ നിയമത്തിൽ 2 ഇടത്ത് യേശു ക്രിസ്തു ശലോമോന്റെ ജ്ഞാനത്തെ കുറിച്ച് എടുത്തു പറഞ്ഞു. ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇതിനോളം ചമഞ്ഞിരുന്നില്ല. വയലിലെ താമരെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ തെക്കേ രാജ്ഞി വിദേശത്തു നിന്ന് വന്നുവല്ലോ, ശെബാരാജ്ഞി വന്നു. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പോലും ശലോമോനെ കുറിച്ച് 2 കാര്യം എടുത്തു പറയുകയാണ്. തിരുവെഴുത്ത് നോക്കൂ. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടും ഉണ്ടാകുകയുമില്ല. ദൈവം അന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ദൈവം പറഞ്ഞോ അതങ്ങനെ തന്നെ ആയിരിക്കും. ലോകത്തിൽ എന്തിനെല്ലാം മാറ്റം വന്നാലും ദൈവം പറയുന്ന വാഗ്ദത്തം മാറുകയില്ല.
വചനങ്ങൾ പോൽ മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾ പോൽ മാറ്റമില്ല. അരുതോ അവൻ നല്ല പോകരേ, കഷ്ടങ്ങളിൽ നല്ല തുണയേശോ, കണ്ടു നീരാവൻ കൂടെക്കോ. ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യധികമായി നമുക്ക് വേണ്ടി ചെയ്യാൻ ദൈവത്തിന് കഴിയും. ജനത്തെ നയിക്കാൻ ജ്ഞാനത്തിന് വേണ്ടി ചോദിച്ചവനോട് ദൈവം പറഞ്ഞു, ജ്ഞാനം നിനക്ക് തന്നിരിക്കുന്നു, അത് നിനക്ക് സമനായവൻ മുമ്പുണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകുകയുമില്ല. പഴനിമത്തിലെ ഹന്ന ഒരിക്കൽ ദൈവാലയത്തിൽ പോയിരുന്ന് മനോവ്യസനത്തോടെ അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ സങ്കടം നോക്കി നീ എനിക്ക് ഒരു മകനെ നൽകിയാൽ ഞാൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ഒരു മകനെ നൽകിയാൽ. അവൾ ചോദിച്ചത് എന്താ പറഞ്ഞേ? ഒരു മകനെ. പക്ഷെ ദൈവം കൊടുത്തത് നോക്കിക്കേ. 1 ശമൂവേൽ 2:21. യഹോവ ഹന്നായെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ചോദിച്ചത് എന്താ പറഞ്ഞേ? ഒരു മകൻ. ദൈവം കൊടുത്തത് 5 or 6 മക്കളെ നൽകി. മച്ചിയായവളെ വീട്ടിൽ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്ന ദൈവം. അവൾ ചോദിച്ചത് കേവലം ഒന്നായിരുന്നു, പക്ഷേ ദൈവം അവൾക്ക് 5 മക്കളെയെങ്കിലും നൽകി. ദൈവം അവളെ കടാക്ഷിച്ചു. നമ്മുടെ ദൈവം നമ്മുടെ നിന്ന മാറ്റുന്ന ദൈവമാണ്. എലിശബത്ത് അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ എന്നിൽ കടാക്ഷിച്ച നാളിൽ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതാകുന്നു. ഇന്ന് രാവിലെ ദൈവാലയത്തിൽ വന്നു, ഹലോ, ദൈവസന്നിധിയിൽ വന്നു, ദൈവത്തിൻ്റെ വചനം കേട്ട് ആത്മാവിൽ ബലപ്പെട്ടിട്ട് വേണം പോകാൻ. വചനം ഏറ്റെടുത്ത് ആത്മാവിൽ ശക്തിപ്പെട്ടിട്ട് വേണം പോകാൻ. എൻ്റെ ദൈവത്തിന് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 11:8 യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ്. അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. വേണ്ടുന്നിടത്തോളം കൊടുക്കും. അർദ്ധരാത്രിക്ക് അപ്രതീക്ഷിതമായി വീട്ടിൽ വന്ന അതിഥിക്ക് വിളമ്പിക്കൊടുക്കാൻ അവന്റെ പക്കൽ ആഹാരമില്ലാത്തത് കൊണ്ട് അവന്റെ മറ്റൊരു കൂട്ടുകാരനെ വീട്ടുവാതിൽക്ക് ചെന്ന് മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു, അവന് കൊടുക്കാൻ എൻ്റെ പക്കല് ഫുഡില്ല, അതുകൊണ്ട് നീ എനിക്ക് 3 അപ്പം വായ്പ തരണം. എങ്ങനെയാ? 3 അപ്പം എനിക്ക് വായ്പ തരണം. എത്രയാ ചോദിച്ചേ? 3 അപ്പം. പക്ഷെ കൊടുത്തതിനെ കുറിച്ച് വായിക്കുന്നത് സ്നേഹിതനായതുകൊണ്ടല്ല, നാളെ ഇവൻ്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കുമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടല്ല, ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം കൊടുത്തു. മനസ്സിലായോ? ചോദിച്ചത് കേവലം 3 അപ്പമാ, പക്ഷെ കൊടുത്തത് വേണ്ടുന്നിടത്തോളമാ. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ, അലക്സാണ്ടർ ചക്രവർത്തിയുടെ അടുക്കൽ ഒരിക്കൽ ഒരു കൃഷിക്കാരൻ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസ തരണം. പഴയകാലത്ത് നാണയമായിരുന്നു, നോട്ടൊക്കെ വരുന്നതിന് മുമ്പ് കോയിൻസുകളായിരുന്നു, നാണയങ്ങളായിരുന്നു. എനിക്ക് കുറച്ച് നാണയം തരണം, ഏതോ ഒരു അത്യാവശ്യത്തിന് എനിക്ക് കുറച്ച് പൈസ ചെന്ന് ചോദിച്ചു. സ്തോത്രം. ചക്രവർത്തിയോടാണ് ചെന്ന് ചോദിച്ചത്. ചക്രവർത്തി ഒന്നും പറഞ്ഞില്ല, എൻ്റെ പുറകെ വരാൻ പറഞ്ഞു. ഇവൻ വിറച്ചുകൊണ്ടാണ് ചെന്ന് നിൽക്കുന്നത്. എൻ്റെ പുറകെ വരാൻ പറഞ്ഞു. രാജാവ് മുമ്പേ പോകുന്നു, ഇവൻ വിറച്ചുകൊണ്ട് പുറകെ നടക്കുക. കുറേ ദൂരം നടന്ന് ഒരു കോറിഡോറിലൂടെ, ഇടനാഴിയിലൂടെ കുറേ ദൂരം നടന്ന് ഒരു മുറിയുടെ അടുക്ക ചെന്നു. അവിടെ ചെന്നപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ കാവൽ നിൽപ്പുണ്ട്. ചക്രവർത്തി പറഞ്ഞു, എടാ, നിന്റെ തോളെ കിടക്കുന്ന 2-ാം മുണ്ട് അവിടെ ഇട്ട് വിരിച്ചിടാൻ പറഞ്ഞു. അവിടെ നിന്ന് പട്ടാളക്കാരോട് പറഞ്ഞു, ആ ഭണ്ഡാരത്തിൻ്റെ വാതിൽ തുറക്കാൻ. സിമിൻ്റൊക്കെ കോരുന്ന ഷൗല് കണ്ടിട്ടില്ല? ആ ഷൗലിന് ആ ഭണ്ഡാരത്തിൽ നാണയം കോരി ഈ തുണിയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അത് കെട്ടി ഇവൻ്റെ തലയിലോട്ട് കൊടുക്കാൻ നേരത്ത് ചക്രവർത്തി പറഞ്ഞു, എടാ, നീ തിരിച്ചിറങ്ങി പോകുമ്പോൾ ആളുകൾ ചോദിക്കും എവിടെ പോയിട്ട് വരികയെന്ന്. ചക്രവർത്തിയുടെ അടുക്ക പോയി 5-6 പൈസയ്ക്ക് വേണ്ടി പോയതാ, നീ 5-6 നാണയത്തുട്ടും കൊണ്ട് പോകുന്നത് എനിക്ക്
അപമാനമാ. അപ്പൊ ഞാൻ തരുമ്പോൾ എൻ്റെ മഹത്വത്തിനൊത്തവണ്ണം തരണം. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. ചോദിച്ചത് കേവലം 3 അപ്പമാ, പക്ഷെ കൊടുത്തത് വേണ്ടുന്നിടത്തോളം എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. പഴയ നിയമത്തിലെ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അത് അമസ്യാവോട് ഒരു ദൈവപുരുഷൻ പറഞ്ഞ ദൂതാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 25-ാം അധ്യായം 9-ാം വാക്യം ആദ്യം വായിച്ചാട്ടെ. അമസ്യാവ് ദൈവപുരുഷനോട്, എന്നാൽ ഞാൻ ഇസ്രായേൽ പടക്കൂട്ടത്തിന് കൊടുത്ത 100 താലന്തിന് എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് ദൈവപുരുഷൻ, അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയും എന്നുത്തരം പറഞ്ഞു. ഇനി അതിന്റെ ചരിത്രം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 2 ദിനവൃത്താന്തം 25-ന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നിർത്തി ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ അമസ്യാവ് യഹൂദായെ കൂട്ടിവരുത്തി എല്ലാ യഹൂദായും ബെന്യാമീനുമായ അവരെ സഹസ്രാധിപന്മാർക്ക് ശതാധിപന്മാർക്കും കീഴെ പിതൃഭവനമായി നിർത്തി 20 വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി. കുന്തവും പരിചയം എടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കൾ 3,00,000 എന്ന് കണ്ടു. യഹൂദ എന്ന് പറയുന്നത് കേവലം 2 ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ. യഹൂദ ബെന്യാമീൻ എന്ന് പറയുന്ന 2 ഗോത്രങ്ങൾ മാത്രമുള്ള ഭൂപ്രകൃതി കൊണ്ടും സൈന്യബലം കൊണ്ടും ഒക്കെ ഒരു ചെറിയ രാജ്യമാണ്. ഈ ചെറിയ രാജാവ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് 10 ഗോത്രമുള്ള ഒരു വലിയ രാജ്യത്തോട് യുദ്ധത്തിന് പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് തന്റെ കൂടെയുള്ള പട്ടാളക്കാരെ എണ്ണി നോക്കിയപ്പോൾ 3,00,000 ഉള്ളൂ. താൻ എന്ത് ചെയ്തു എന്ന് കേൾക്കണമോ? അടുത്ത വാക്യം. അവൻ ഇസ്രായേലിൽ നിന്നും 1,00,000 പരാക്രമശാലികളെ 100 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. എഫ്രൈം ഗോത്രത്തിൽ നിന്ന് 1,00,000 പേരെ 100 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങിച്ചു. ആ സന്ദർഭത്തിൽ ഒരു ദൈവപുരുഷൻ വന്നിട്ട് ഒരു ദൂത് പറയുക. വായിക്കാം. എന്നാൽ ഒരു ദൈവപുരുഷൻ അവന്റെ അടുക്കൽ വന്ന്, രാജാവേ, ഇസ്രായേലിന്റെ സൈന്യം നിന്നോട് കൂടെ പോരരുത്. യഹോവ ഇസ്രായേലിനോട് കൂടെ, എല്ലാ എഫ്രൈമിനോടും കൂടെ തന്നെ ഇല്ല. നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കുക. ശത്രുക്കളോട് യുദ്ധത്തിന് പോകാൻ നോക്കുകയാണ്. തന്റെ പക്കൽ കേവലം 3,00,000 പട്ടാളമേ ഉള്ളൂ. അതുകൊണ്ടാണ് താൻ 1,00,000 പട്ടാളത്തെ 100 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങിച്ചത്. ഒരു ദൈവപുരുഷൻ വന്നിട്ട് പറഞ്ഞു, അവര് നിന്റെ കൂടെ പോരരുത്, അവരുടെ കൂടെ ദൈവമില്ല, അതുകൊണ്ട് അവർ നിന്റെ കൂടെ പോരരുത്. കയ്യിരുന്ന കാശെടുത്ത് കൊടുത്ത, അഡ്വാൻസ് കൊടുത്തയാ. 100 താലന്ത് വെള്ളി. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 35 കിലോയാ. അപ്പൊ 100 താലന്ത് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കി, 3,500 താലന്ത് വെള്ളിയാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര തുകയാണ്. അവര് നിന്റെ കൂടെ യുദ്ധത്തിന് വരരുത് എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം ചോദിച്ചു, അയ്യോ അങ്ങനെയൊന്നും ഞാൻ ഈ അഡ്വാൻസ് കൊടുത്ത കാശ് പോയതില്ലേ, 100 താലന്ത് വെള്ളി, അത് ഞാൻ എന്ത് ചെയ്യണം? ദൈവപുരുഷന്റെ ദൂത്. അടുത്ത വാക്യം. നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കാം, അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിന്റെ മുമ്പിൽ വീഴ്ചേക്കാം. സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് കഴിയും. അടുത്ത വാക്യം. അമസ്യാവ് ദൈവപുരുഷനോട്, എന്നാൽ ഞാൻ ഇസ്രായേൽ പടക്കൂട്ടത്തിന് കൊടുത്ത 100 താലന്തിന് എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അടുത്ത വാക്യം. അതിന് ദൈവപുരുഷൻ, അതിനേക്കാൾ അധികം തരാൻ ദൈവത്തിന് കഴിയും. 100 താലന്ത് വെള്ളി നിനക്ക് നഷ്ടമായി, സാരമില്ല, പോയിക്കോട്ടെ, അതിനേക്കാൾ അധികം തരാൻ ദൈവത്തിന് കഴിയും. വചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ചില നഷ്ടങ്ങളെ തമ്പുരാൻ നിനക്ക് ലാഭമാക്കി തീർക്കുമെന്ന്. നാം ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യധികമായി നമുക്ക് വേണ്ടി ചെയ്യുന്നവനായ ദൈവം. പുതിയ നിയമത്തില് സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരുന്ന ആ ഭിക്ഷക്കാരൻ കടന്നു പോകുന്നവരോട് എന്തെങ്കിലും ഭിക്ഷ യാചിച്ചുകൊണ്ട് അവനോട് ഇരിക്കുകയായിരുന്നു. പത്രോസ് യോഹന്നാനും അതിലേക്കൂടെ കടന്നു പോകുമ്പോൾ വല്ലത് കിട്ടുമെന്ന് കരുതി അവരെ ഉറ്റുനോക്കി. അവർ പറഞ്ഞെന്താ? വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 3:5 വാക്യം. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല. 7 വാക്യം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. എന്താ അവൻ ചോദിച്ചത്? എന്താണ് അവൻ ചിന്തിച്ചത്?
ചില നാണയത്തുട്ടുകളാണ്. എന്നും അങ്ങനെ മുടന്തനായി അവിടെ ഇരുന്ന് ഭിക്ഷയാടിച്ച് ജീവിതം കഴിക്കാനാണ് അവൻ ജീവിതം തീർക്കാനാണ് അവൻ വിചാരിച്ചത്. പക്ഷേ ദൈവദാസന്മാർ യേശുവിൻ്റെ നാമത്തിൽ അവനെ നോക്കി. ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ഉറ്റുനോക്കി. എന്തിനാ? ചില്ലറയ്ക്ക് വേണ്ടി. പക്ഷേ ദൈവദാസന്മാർ അവനെ നോക്കി. എന്തുകൊണ്ടാ? യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൂത് പറയാൻ. അവനെ കൈ കൊടുത്തു. എന്നിട്ട് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. യേശുവിൻ്റെ നാമത്തിൽ. ജന്മനാ മുടന്തന, 40-ൽ പരം വയസ്സുള്ളവനാ. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആലയത്തിലേക്ക് കടക്കുകയാ. ഇനി നീയെന്നും ഭിക്ഷയാചിക്കേണ്ടുന്നവനല്ല, മറ്റുള്ളവരുടെ സഹതാപം തേടി അവൻ നിന്ന വിഷയമായി ആലയത്തിന് പുറത്ത് അവൻ നീ ഇരിക്കേണ്ടുന്നവനല്ല, ഇരന്നുകൊണ്ടിരിക്കേണ്ടുന്നവനല്ല. തുള്ളിച്ചാടി ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ആലയത്തിലേക്ക് കടന്ന് ദൈവത്തെ സ്തുതിക്കേണ്ടുന്നവന്, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടുകൂടെ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത് അവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ ദൈവത്തിന് കഴിയും. ഞാൻ ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യധികമായി ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഒരു ചെറിയ ചിന്ത കൂടെ പറഞ്ഞ വാക്ക് അവസാനിപ്പിക്കാൻ പോവുകയാണ്. തിബരിയാസ് കടൽ തീരത്ത് യേശുവിന്റെ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ വേണ്ടി പോയി. രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. പുലർച്ചയ്ക്ക് കരയിൽ വന്ന് നിന്നിട്ട് യേശു ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കച്ചവടത്തിന്റെ കാര്യം മാറ്റിവെക്കുക. കഴിക്കാൻ എന്തെങ്കിലും? ഹാവ് യു എനിത്തിങ് ടു ഈറ്റ്? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അവരുടെ മറുപടി, നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. സമയം ചിലവഴിച്ചു, സന്ധ്യ തൊട്ട് രാവിലെ വരെ. ജോലിക്കാരുണ്ടായിരുന്നു. ആ 6 മൈൽ വീതിയും 18 മൈൽ നീളവുമുള്ള ആ തടാകത്തിന്റെ എല്ലാ ദിക്കിലും മുക്കിലും അവർ പോയി പിടിച്ചു. പടകും വലയും ഒക്കെ ഉണ്ടായിരുന്നു. പ്രായോഗിക ജ്ഞാനം അവർക്കുണ്ടായിരുന്നു. എല്ലാം പരാജയപ്പെട്ടു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മീൻപിടുത്തത്തിന് വല വീശുകയും അവർ വല വീശി പെരുത്ത മീൻകൂട്ടമാകപ്പെട്ടു. പടക് മുങ്ങുമാറാകുവോളം, വല കീറുമാറാകുവോളം ദൈവരെ നിറച്ചെടുത്തെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ ശൂന്യതകളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. രാത്രി മുഴുവൻ ധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ശൂന്യമായ പടകുമായി ഒട്ടിയ വയറുമായി നിരാശപ്പെട്ട മനസ്സുമായി നിന്നവരുടെ ആമേൻ ജീവിതത്തിൽ ദൈവം പ്രത്യാശയുടെ ദൂത് നൽകിയെങ്കിൽ ഇന്ന് പകലിൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ അധികമായി, നാം ചോദിക്കുന്നതിനേക്കാൾ അധികമായി, അത്യന്തം പരമായി നമുക്ക് വേണ്ടി ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് കഴിയും.